ഫോണിൽ ഡിഫോൾട്ട് ആയിട്ട് ഒരു ലോഞ്ചർ ഉണ്ടാവും, ഫോണിന്റെ ആ കമ്പനി തരുന്ന ഒരു ലോഞ്ചർ. എന്നാൽ ഇതന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കണ്ട് മടുത്ത് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ലോഞ്ചർ വേണമെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ലോഞ്ചർ ഉപയോഗിക്കാം. ഫോണിന്റെ ലുക്ക് തന്നെ മാറും. അപ്പൊ ലോഞ്ചർ ഒന്ന് മാറ്റണം, ഫോണിന് കുറച്ചുകൂടി ലുക്ക് വേണം, കുറച്ചുകൂടി സൗകര്യങ്ങൾ വേണമെന്ന് തോന്നുന്നവർക്ക് ഈ മൈക്രോസോഫ്റ്റ് ലോഞ്ചർ ഉപയോഗിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, സെറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഓപ്പൺ ചെയ്താൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. നമുക്ക് തീം വാൾപേപ്പർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക, എന്നിട്ട് ഇവിടെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നമുക്ക് ഹോം സ്ക്രീനിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 2-3 ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുത്ത്. നമുക്ക് ഡീഫാൾട്ട് ലോഞ്ചറായിട്ട് ഇത് സെറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ആസ് ഡീഫാൾട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ലേറ്റർ കൊടുക്കുക. ഡീഫാൾട്ട് ലോഞ്ചറായിട്ട് സെറ്റ് ചെയ്യുന്ന നേരം നമ്മളെ ഫോണിന്റെ ലോഞ്ചർ ഇതായിട്ട് മാറും, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഉപയോഗിക്കാം. ലേറ്റർ കൊടുത്ത് ഞാൻ പിന്നെ കണ്ടോ, ഇതാണ് ഇതിന്റെ ലുക്ക് തന്നെ മാറിയുണ്ടോ. ഐക്കൺ പാക്ക് അടക്കമുള്ള എല്ലാ സംഭവവും മാറിയുണ്ടോ. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ആഫ്റ്റർ ഓവർ എടുത്താൽ കണ്ടോ എല്ലാത്തിന്റെ ലുക്ക് മാറി. ഇത് ഇങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള സംഗതികളൊക്കെ ഇവിടുന്ന് ഉപയോഗിക്കാം. കലണ്ടർ, കാൽക്കുലേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഉപയോഗിക്കാം. ഇതിൽ ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിലൊന്നാണ് നമുക്കിതിൽ ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടാവും. അതൊക്കെ കുട്ടികളൊന്നും എടുത്ത് തുറക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ വേറെ ആരും ഉപയോഗിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഒരു പാസ്വേഡ് ഒക്കെ കൊടുക്കാം. അതെങ്ങനെ ചെയ്യേണ്ടത്? ഇവിടെ 3 ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഹിഡൻ ആപ്സ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹൈഡ് ആപ്പ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ഹൈഡ് ആയിക്കോളും. പിന്നെ നമുക്ക് ആ ഹൈഡ് ചെയ്തെടുക്കണമെങ്കിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഹിഡൻ ആപ്സിൽ പോയാലാണ് കാണാനാവും. അല്ലാണ്ട് കുട്ടികൾക്കൊന്നും എടുത്ത് തുറക്കാനാകില്ല. അതിന് നമുക്ക് പാസ്വേഡൊക്കെ കൊടുക്കാം. സംഭവം സൂപ്പറാണ്, നല്ലൊരു ലോഞ്ചറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്കും തരുന്നത്. ആവശ്യക്കാരെ ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. അത് നിങ്ങൾ എപ്പോൾ നമുക്ക് തരേണ്ടതാട്ടോ. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.